ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗലീലിയ തടാകത്തിലാണുള്ളത്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഗലീലിയ കടൽ, ഗന്നേസരത്ത് തടാകം, തിബരിയാസ് കടൽ എന്നീ പേരുകളിലൊക്കെ ഇതറിയപ്പെടുന്നു. ഇവ കാണുവാനായിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് തന്നെ ബസ് പാർക്ക് ചെയ്ത് ഗലീലിയ തടാകത്തിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ് ചെയ്തത്. യേശു ക്രിസ്തുവിൻ്റെ പൊതു ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം ഈ കടലിനെയും ഇതിൻ്റെ ചുറ്റുപാടുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു. ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരായ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ എല്ലാം തിരഞ്ഞെടുത്തത് ഈ ഗലീലിയ തീരത്ത് വെച്ചാണ്. അതുപോലെ തന്നെ യേശു പലപ്പോഴും വലിയ ജനക്കൂട്ടങ്ങളെ ഗലീലിയ കടലിൻ്റെ തീരത്ത് വെച്ചാണ് ഉപദേശിച്ചു കൊണ്ടിരുന്നത്. ലൂക്കായുടെ സുവിശേഷം 5:1-3 പറയുന്നുണ്ട്, യേശു പത്രോസിൻ്റെ വള്ളത്തിൽ കയറി അല്പം മാറി നിന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളെല്ലാവരും ബസ്സെല്ലാം പാർക്ക് ചെയ്തു. അതിനുശേഷം ഗലീലിയ തടാകത്തിൻ്റെ അവിടെ ഒരു ബോട്ട് ഞങ്ങൾക്കായിട്ട് വലിയൊരു ബോട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അനേകം ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞങ്ങൾ റിയ ട്രാവൽസിൻ്റെ കൂടെയാണ് ഈ വിശുദ്ധനാട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നടന്ന് ആ ബോട്ടിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ ചെന്നു. അതിനുശേഷം ബോട്ടിൽ എല്ലാവരും കയറി ഈ ഗലീലിയ കടലിലൂടെ ഞങ്ങൾ ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ചെയ്യുന്നത്. ഈ ഗലീലിയ കടലിൽ വെച്ച് ഒരുപാട് ഈശോയുടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5:4 പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന മീൻപിടുത്തക്കാരോട് യേശു വീണ്ടും വലയിടാൻ കൽപ്പിക്കുകയും അതേപോലെ വല കീറിപ്പോകും തക്കവിധം മീൻ അവർക്ക് ലഭിച്ച അത്ഭുതം നടന്നതും ഈ ഗലീലിയ കടലിലാണ്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 4:35 നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. കാറ്റിനെയും കടലിനെയും ഈശോ ശാന്തമാക്കിയത് ഈ കടൽ തീരത്ത്, ഈ കടലിൽ വെച്ചാണ്. മത്തായിയുടെ സുവിശേഷം 14 ഈശോ വെള്ളത്തിന്മേൽ നടക്കുന്നതും ഈ ഗലീലിയ കടലിലാണ്. അതുപോലെ തന്നെ ഈശോയെ കണ്ടപാടെ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതും ഈ കടലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗലീല കടലിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ചാണ് ഈശോ അനേകരെ സൗഖ്യപ്പെടുത്തിയത്. കഫർനാമ, ഗന്നേസരത്ത് പ്രദേശ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുള്ള ആളുകൾ, രോഗികൾ എല്ലാവരും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശു അവരെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതും ഈ ഗലീലിയ പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയാണ്. എല്ലാവരും ബോട്ടിലിരുന്നുകൊണ്ട് അതിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും കാണുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പട്ടണങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്തു. ഈ ഗലീലക്കടൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൻ്റെ സ്ഥലം മാത്രമല്ല, അതുപോലെ തന്നെ പുനരുത്ഥാനത്തിന് ശേഷവും ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഗലീലിയ കടലിനരികിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും മീൻപിടുത്തത്തിൻ്റെ അത്ഭുതമെല്ലാം സംഭവിക്കുന്നതും അതുപോലെ തന്നെ പത്രോസിനോട് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചതും എല്ലാം ഇതിനരികിലാണ്. യഹൂദരുടെ ഒരു ഐതിഹ്യമനുസരിച്ച് മരുഭൂമിയിലെ പ്രവാസകാലത്ത് ദൈവം അത്ഭുതകരമായി പാറയിൽ നിന്ന് ഒരു ഉറവ ഒഴുക്കുകയും ഇസ്രായേൽ ജനത്തോടൊപ്പം വാഗ്ദത്ത ഭൂമിയിൽ അത് പ്രവേശിക്കുകയും കിന്നാരത്ത് തടാകമായി അത് മാറുകയും ചെയ്തുവെന്ന് ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉഷ്ണജലപ്രവാഹമുള്ള നീരുറവുകൾക്ക് ഒരുപാട് രോഗശാന്തി നൽകുമെന്നുള്ള കഴിവുകളുണ്ട് എന്നും ആ ജനം വിശ്വസിച്ചു പോന്നു. ഹായ് ഫ്രണ്ട്സ്, വിശുദ്ധ നാട്ടിലെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗലീലിയ കടൽ കാണാൻ അനുവദിച്ച ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.